ഇവിടെ കുട്ടനാട്ടുകാരെ അവധി എടുക്കാൻ ഒരു മേനോന്റെ ആവശ്യം വേണ്ട. ഇവിടെ കുട്ടനാട്ടുകാർ അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്ന. ശ്രീ പാറക്കൽ കുട്ടനാട് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ അല്ല, 1-2 വീഡിയോകളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, VD സതീശൻ മുഖ്യമന്ത്രി കുട്ടനാട്ടിൽ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് അവധി ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് മുഖ്യമന്ത്രിക്കെതിരെ VD സതീശനെതിരെ കുരു പൊട്ടുന്ന കുറേ ആളുകൾ ചീത്തവിളിയും ഇതെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ 10 കൊല്ലം അവിടെ വള്ളംകളി 10 കൊല്ലമായിട്ട് വള്ളംകളി നടത്തുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത അവധിയുടെ പേരും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ അങ്ങോട്ട് കുരു പൊട്ടി ചീത്തവിളിയും ബഹളവും എന്തൊക്കെയായിരുന്നു അല്ലേ. ഇപ്പം ഞെട്ടിക്കുന്നൊരു വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത്, ഞാനിവിടെ വെച്ചുതരാം. അതിന് മുമ്പേ മുഖ്യമന്ത്രി VD സതീശൻ കുട്ടനാട്ടിൽ ഈ വള്ളംകളിക്ക് അവധി കൊടുക്കാതിരുന്നതിനോട് എത്ര ആളുകൾ യോജിക്കുന്നുണ്ട്? ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവധി കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം മാത്രം അവധിക്ക് വേണ്ടിയിട്ട് ഓരോരോ വീഡിയോ കോലം കത്തിക്കൽ പരിപാടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള തെരുവിളി പരിപാടിയുമായിട്ട് മുമ്പോട്ട് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവധി കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. ഈ സർക്കാർ അവധി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവധി കൊടുത്തേ പറ്റും നമുക്ക് പറയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. മുഖ്യമന്ത്രി VD സതീശൻ എന്തുകൊണ്ട് കുട്ടനാട്ടിലെ കളിക്ക് അവധി കൊടുത്തില്ല എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എത്ര ആളുകൾ മുഖ്യമന്ത്രിയെ VD സതീശനെ പിന്തുണയ്ക്കുന്നു? മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ കാര്യത്തിനോട് അവധി കൊടുക്കില്ല എന്ന് പറഞ്ഞതിനോട് നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് നോക്കിയേ, വള്ളംകളിയിൽ നിരവധി കുട്ടികളും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഫാമിലിയായിട്ട് ഒരുപാട് ആളുകൾ വള്ളംകളി കാണാൻ പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ വള്ളംകളി കാണാൻ പോകുന്നൊരു സ്ഥലത്ത് ഓരോ ആളുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നിങ്ങൾ നോക്കി. ഇതിന് വേണ്ടിയിട്ടാണോ അവധി കൊടുക്കേണ്ടത്? ഇവരെ കോപ്രായം കാണാനാണോ മുഖ്യമന്ത്രി അവധി കൊടുക്കേണ്ടത്? കൊടുക്കാതിരുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിൽ കുറച്ച് വീഡിയോസ്, കുരുപൊട്ടുന്ന വീഡിയോസും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കുരു പൊട്ടി സംസാരിക്കുന്ന ഒരാളുടെ വീഡിയോസ് ഞാൻ ഇവിടെ വെച്ചുതരാം. അതിന് മുമ്പ് ഞാനിവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധം ആദ്യം ആ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം, അതിനുശേഷം ബാക്കിയുള്ള വീഡിയോസും കൂടെ വെച്ചുതരാം. നിങ്ങൾ നോക്കിയേ, ഒന്ന് നോക്കിയേ. ഇത്രയും ഭയങ്കര ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ വലിയൊരു പരിപാടിയിലാണ് മുഖ്യമന്ത്രി അവധി കൊടുക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് കുരു പൊട്ടുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടായിരുന്നു. കുരു പൊട്ടി കമൻറ്റ് ഇടുന്ന ആളുകളെയും അതുപോലെ കോലം കത്തിച്ചിട്ട് നടത്തിയ പ്രതിഷേധങ്ങൾ കണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ ഇതിനെതിരെ പ്രതികരിച്ചില്ല? അത്രയും നല്ലൊരു സ്ഥലത്ത് മാന്യതയില്ലാതെ കാണിക്കുന്ന കുറേ കൂത്താട്ടങ്ങൾ, അതുപോലെ പബ്ലിക്കിൽ പോയി ഇരുന്നിട്ട് വെള്ളം അടിക്കുന്നു, തൊട്ട് പുറകിൽ കുട്ടികളും സ്ത്രീകളൊക്കെ ഇരിക്കുന്നത്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് മദ്യപിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനൊന്നും നിങ്ങൾക്ക് കോലവും കത്തിക്കേണ്ട, ഒന്നും കത്തിക്കേണ്ട അല്ലേ. മുഖ്യമന്ത്രി VD സതീശൻ അവധി തരാതിരുന്നത് അത് കണക്കായി പോകുന്നുണ്ടെങ്കിൽ പറയണം. അവധി കൊടുത്തായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേനെ. അവധി കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു? അവധി കൊടുക്കാതെ തന്നെ ഇങ്ങനെ അവധി കൊടുക്കാതെ അപ്പം എന്തായതിന് അവസ്ഥ? ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ മുഖ്യമന്ത്രി VD സതീശനെ കളിയാക്കുന്നൊരു വീഡിയോ ആദ്യം വെച്ച് തരാം. അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള അവിടുത്തെ കോപ്രായങ്ങൾ, ഓരോ ടീംസുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും, അതുപോലെ പബ്ലിക്കിലിരുന്ന് മദ്യപിക്കുന്ന, കള്ള് കുടിക്കുന്ന കുട്ടികളും അതുപോലെ സ്ത്രീകളും ഇരിക്കുന്ന ഏരിയയിൽ കൊണ്ടിരുന്ന് മദ്യപിക്കുന്ന, കള്ള് കുടിക്കുന്ന ഒരു വീഡിയോസ് കൊണ്ട് അതൊക്കെ ഞാൻ വെച്ച് തരാം. ഇതൊക്കെ നിങ്ങൾ കാണണം. കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്തല്ലോ, അവധി വേണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കുരു പൊട്ടി ചീത്ത വിളിച്ച് അല്ലെങ്കിൽ തെറിയ വിഷയങ്ങൾ നടത്തിയ ആളുകളുണ്ടല്ലോ. ഇത് കാണണം നിങ്ങൾ. കുട്ടനാട്ടിൽ ഇപ്പം നടന്ന സംഭവമാണ്. ഇത് കഴിഞ്ഞ വർഷമൊന്നും നടന്ന സംഭവമല്ല, ഇപ്പം നടന്ന സംഭവമാണ്. ഇപ്പം നടന്ന ക്ലിപ്പുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങളെന്തായാലും കണ്ടു നോക്കേ. ബന്ധപ്പെട്ട് കിടക്കുന്ന അങ്ങ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും മഠത്തിൽ അമ്പലവും അതുപോലെ തന്നെ വെല്ലൂർക്കാട് പള്ളിയും അതിൽ മാപ്പിളശ്ശേരി തറവാടുമൊക്കെ അങ്ങ് ഒത്തുചേർന്ന് കിടക്കുന്ന മതമൈത്രിയുടെ മാനവീയതയുടെ കഥകൾ നിരവധി പറയുന്ന ചമ്പക്കുളം മൂലജലോത്സവം. ആ ചമ്പക്കുളം മൂലജലോത്സവം ജലോമേളകൾക്ക് തുടക്കം കുറിക്കുന്ന മൂലജലോത്സവം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2ാം പാദ മത്സരത്തിനായി 2 ജനരാജാക്കന്മാർ തയ്യാറെടുത്ത് കാത്തുകിടക്കുന്നു. ഒന്നാം ട്രാക്കിലൂടെ അയ്യാപറമ്പ് വലിയ ദിവാച്ചി തിരുവനന്തപുരത്തിന്റെ
ജി എബ്രഹാം നയിക്കുന്ന അയ്യാപത്ത് വലിയ വാച്ചി. രണ്ടാം ട്രാക്കിലൂടെ നടുഭാഗം 2 വള്ളങ്ങൾ, 2 ജനരാജാക്കന്മാർ അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാത്തുകിടക്കുകയാണ്. നിങ്ങൾ കണ്ട് ശിരസുയർത്തിപ്പായും കുതിരയെ, ചെമ്പൻ കുതിരയെ വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണ് സിദ്ധികൾ എന്ന് പറഞ്ഞതുപോലെ കുട്ടനാട്ടുകാരന്റെ കൈക്കരുത്തിന്റെ മനക്കരുത്തിന്റെ പ്രതീകമാണ് ഈ ജലമേളകൾക്ക്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴ്ചയായി കൃഷി ചെയ്യുന്ന സമുദ്രത്തെ പോലും പൊലി തോൽപ്പിക്കുന്ന കുട്ടനാട്ടുകാരന്റെ മനക്കരുത്തിന്റെ പ്രതീകമാണ് ഈ ജലമേളകൾക്ക്. ഈ ജലമേളകളെ നെറ്റിലേറ്റിയ ഒരു തലമുറയെ നാടാണ് ഈ ജലമേളകൾക്ക്. ശേഷം നിന്നും സൂര്യപ്രകാശ് ഓക്കെ, ഇത് മുഖ്യമന്ത്രിയെ കളിയാക്കിക്കൊണ്ട് ഇട്ടേക്കുന്നൊരു വീഡിയോ അല്ല, വീഡിയോ ആരോ എടുത്തതാണ്. മുഖ്യമന്ത്രിയെ കളിയാക്കിക്കൊണ്ട് അവിടെ ഒരു ബാനറൊക്കെ കെട്ടിക്കൊണ്ട് വെള്ളത്തിലൂടെ പോകുന്നുണ്ട്. കുട്ടനാട്ടുകാർക്ക് അവധി ഇപ്പം തരും, ഇപ്പോൾ കിട്ടും, നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കളിയാക്കിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു അവധിക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ആളുകൾ, അവിടെ ഫാമിലിയായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ മുമ്പിൽ ഈ കോപ്രായം കാണിച്ച്, തുണി അഴിച്ച് കോപ്രായം കാണിച്ചും അതുപോലെ കള്ള് കുടിച്ച് അഴിഞ്ഞാട്ടം നടത്തുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രതികരിച്ചില്ല? മുഖ്യമന്ത്രി അവധി തരാത്തയാണോ നിങ്ങൾക്ക് ഇത്ര വലിയ വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കഴിഞ്ഞ 10 കൊല്ലം നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു മിണ്ടാതെ? ഇനി ഞാനിവിടെ ഒരു പുള്ളിയുടെ ഒരു ചേട്ടൻ്റെ വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കെ. പുള്ളി അങ്ങ് പൊട്ടിത്തെറിക്കുകയോ അങ്ങ് അവധി കിട്ടാത്തതിന്. എൻ്റെ പൊന്ന് ചേട്ടാ, നിങ്ങൾ വല്ല പണിക്ക് പോയി നിങ്ങൾ വല്ല ജോലി എടുത്ത് ജീവിക്കാൻ നോക്കൂ, വേറൊന്നുമല്ല. ഇതും പറഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? എന്തായാലും നിങ്ങൾ ആ ചേട്ടൻ്റെ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുള്ളി പറയുന്നത് VD സതീശൻ്റെ അവധിയും വേണ്ട, ഒരു കുന്തവും വേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അല്ലാതെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇവിടെ കുട്ടനാട്ടുകാരെ അവധി എടുക്കാൻ ഒരു മേനോന്റെ ആവശ്യം വേണ്ട. ഇവിടെ കുട്ടനാട്ടുകാരെ അവധി തന്നെ എടുക്കും, തന്നില്ലേലും എടുക്കും. ലക്ഷങ്ങൾ ശമ്പളമൊന്നും കൊടുക്കുന്നില്ല സർക്കാർ ആർക്കും. അവധി തന്നില്ല, അതാ പ്രശ്നം. അവധി തരുന്നില്ല, തന്നില്ലേലും വേണ്ട. വള്ളംകളിക്ക് അവധി എടുക്കേണ്ട കാര്യം നമ്മുടെ അടുത്തേക്ക് വേണോ? തീർച്ചയായിട്ടും എടുക്കും. അത്ര കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ പുള്ളിയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അവധി വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പബ്ലിക്കിൽ കിടന്ന് കരയുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്ന ഇടയ്ക്ക് വള്ളംകളിയുടെ പേരും പറഞ്ഞിട്ട് അവിടെ നടത്തുന്ന കോപ്രായങ്ങൾ, തുണി അഴിച്ച് കാണിക്കുന്നത്, ഇതൊന്നും കാണാൻ ആരുമില്ലേ? ഇതിനൊക്കെയാണോ അവധി നിങ്ങൾക്ക് തരേണ്ടത്? കുട്ടനാട്ടുകാർ ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. കണ്ടല്ലോ, ഇത് ഇത്ര വലിയൊരു മഹത്തായൊരു കലയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നൊരു വള്ളംകളി എന്ന് പറഞ്ഞിട്ടാണ് ആ കോലം കത്തിച്ചവർ. VD സതീശൻ്റെ കോലം കത്തിച്ചത് അതൊക്കെ പറഞ്ഞിട്ടാണ് കത്തിച്ചത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ? വള്ളംകളിയുടെ ഭാഗമായിട്ട് പാരമ്പര്യമായിട്ടുള്ളതാണോ? സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്ന ഇടയ്ക്ക് വന്നിട്ട് മുണ്ട് പൊക്കി തുണി അഴിച്ച് കാണിക്കലും മുണ്ട് പൊക്കി കാണിക്കലൊക്കെ ആചാരമായിട്ടുള്ളതാണോ? അപ്പോൾ ഇതിനും കൂടെ നിങ്ങളൊന്ന് പ്രതികരിക്കണം, ഇതിനും കൂടെ ഒന്ന് കോലം കത്തിക്കണം കേട്ടോ, ഇതിനും കൂടെ കോലം കത്തിക്കണം. അപ്പം ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ അവധി കൊടുക്കാതിരുന്നതെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവധിയും കൂടെ കൊടുത്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടോണം. പബ്ലിക്കിൽ വന്നിരുന്നിട്ട് തോന്നിവാസം കാണിക്കുന്നു. തൊട്ട് പുറവിൽ പിള്ളേർ, എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേർ നിൽക്കുവാണ്. ആ പിള്ളേർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിരുന്ന് കാണിച്ചു കൂട്ടുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ.
കണ്ടില്ലേ, എന്ത് സിമ്പിൾ, എന്ത് ലാഘവത്തോടെയാണ് അത് ഒഴിച്ച് കുടിക്കുന്നത്. കുടിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല, അതൊക്കെ നിങ്ങളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു പബ്ലിക്കിൽ വന്നിരുന്നിട്ട് തൊട്ട് പുറമെ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ അത് ഒഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ കുടിക്കുന്നത് കാണുമ്പോഴത്തേക്ക് തൊട്ട് പുറവിലിരിക്കുന്ന കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ കിട്ടുവാണ്. ഇത് എന്തൊരു വലിയൊരു സംഭവമാണ്, ഇത് കുടിച്ച് നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് കുടിക്കാൻ പറ്റിയൊരു സാധനമാണെന്നൊക്കെ ഒരു തോട്ട് അവരെ ഒരു മനസ്സിലേക്ക് വരുവാണ്. അപ്പം നിങ്ങളത് അവിടെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, അവരെയും കൂടെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങൾ കുടിച്ചോ, കുഴപ്പമില്ല, അവിടെയൊക്കെ വല്ല കുറ്റിക്കാട്ടിലോ വല്ല ആളൊഴിഞ്ഞ പറമ്പിലോ എവിടെയെങ്കിലും പോയിരുന്ന് കുടിച്ചു. പക്ഷേ ഇത്രയും പബ്ലിക്കിൽ സ്ത്രീകൾ ഉൾപ്പെടെ നേരെ മറിച്ച് ഇതൊക്കെ തലയ്ക്ക് ചെന്നിട്ട് എന്തൊക്കെയാണ് കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതാണല്ലേ. അപ്പം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. കുട്ടനാട്ടുകാർക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവധി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ്. എന്താണ് ചങ്ങാതിമാരെ, ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട. കോലം കത്തിക്കാനും മുഖ്യമന്ത്രിക്കെതിരെ കല്ലെറിയാനും ഈ പറഞ്ഞിട്ടുള്ള തെറിയഭിഷേകം നടത്താനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇതൊന്നും നിങ്ങൾ കാണത്തില്ലല്ലേ. ഇതൊക്കെ പബ്ലിക്കിൽ വന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ വി ഡി സതീശൻ പറഞ്ഞ ആ ഒരു ക്ലിപ്പും കൂടെ ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. മുഖ്യമന്ത്രി കൊടുക്കത്തില്ല എന്ന് പറഞ്ഞില്ല, ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്നതിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും കൊടുക്കത്തില്ല. പക്ഷേ പൊതുസഭയിൽ പുള്ളി പറഞ്ഞേക്കുന്നത് ആലോചിച്ച് പറയാമെന്നാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല, കൊടുക്കത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. എന്നാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവധി കൊടുക്കില്ല. ഞാൻ എന്നിട്ട് 1-2 കമൻറ്റുകളും കൂടെ ഒന്ന് വായിക്കാം. ഈ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചല്ലോ, മറ്റേ മുണ്ട് മുക്കി കാണിക്കുന്ന വീഡിയോ, എന്തോ ഇവിടെ വലിയ സംഭവമായിട്ട് ഇവിടെ എന്തോ മഹത്തായ കാര്യങ്ങൾ നടക്കുന്നത് പോലെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. അത്രയും ജനങ്ങളും സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ മുണ്ട് മുക്കി കാണിക്കുന്ന എന്തൊരു നല്ലൊരു കാര്യമായിട്ടാണ് ആ പുള്ളി ചിന്തിച്ച് കാണിക്കുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നൊരു 1-2 കമൻറ്റ് കൂടെ വായിച്ചിട്ട് വി ഡി സതീശൻ പറഞ്ഞേക്കുന്നത് ഒന്നുകൂടെ ഒന്ന് വെച്ച് തരാം. ഇത് വളരെ മോശമായിരുന്നു. വള്ളംകളിയിൽ വെള്ളംകളിയാകാം, പക്ഷേ ഇതൊക്കെ വില കുറഞ്ഞ കോമാളിത്തരം ആയിട്ടേ കാണുന്നവർക്ക് തോന്നുകയുള്ളൂ. മലയാളികൾ ഇങ്ങനെയൊക്കെ അധപ്പതിക്കാവോ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം. ഇതിൽ ഏതെങ്കിലും ഒരുത്തിന് 10 പുത്തൻ കാശുണ്ടാകും. അതിൻ്റെ ഒരു ഞെളിപ്പ് 10 പേരുടെ മുന്നിൽ ഇങ്ങനെ ഷോ കാണിക്കാം എന്നുള്ള ചിന്ത. ഇതിനു വേണ്ടിയായിരുന്നു അവധി വേണം എന്ന് പറഞ്ഞ് സമരം നടത്തിയത്. DYFI ഇവൻ്റെ എല്ലാം വീട്ടിൽ അമ്മയുടെയും സഹോദരിയുടെയും ഭാര്യയുടെയും പെൺമക്കളുടെയും മുന്നിൽ ഇതുപോലെ തുണിയഴിച്ച് അവന്മാരുടെ ഡാഷ് കാണിക്കുമോ? ഇവനെയെല്ലാം പിടിച്ച് അകത്തിടണം. കഞ്ചാവും MDMA ഇവൻ്റെ എല്ലാം ധൈര്യം. ഫോട്ടോ വെച്ച് അറസ്റ്റ് ചെയ്യണം. ഇപ്പം ജിജോ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി കമൻറ്റ് ഇട്ടേക്കണം. ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അവധി കൊടുക്കാഞ്ഞത് നന്നായി. ഇയാൾ കഴിഞ്ഞ തവണയും ഇങ്ങനെ തുണി പൊക്കി ഡാഷ് കാണിക്കുന്നത് കണ്ടു. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ നിരവധി കമൻറ്റുകളാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അവധി കിട്ടിയിരുന്നെങ്കിൽ പോയി ഇതൊക്കെ കാണാമായിരുന്നില്ലേ. വിദേശികളൊക്കെ വന്ന് കാണട്ടെ. നമ്മുടെ മോഡേണിസം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നത്. ഒരുപക്ഷെ അവധി കൊടുത്തായിരുന്നെങ്കിൽ അവധി ഉള്ള ആളുകൾ കൂടി പോയി ഈ കോപ്രായം കാണുന്നൊരവസ്ഥ വന്നേനല്ലേ. അവധി കൊടുക്കാഞ്ഞത് കാര്യമായെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ മറ്റേ വി ഡി സതീശൻ്റെ വീഡിയോ കൂടെ ഒന്ന് വെച്ച് തരാം. വി ഡി സതീശൻ പറയുന്നത് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അതിനുശേഷം നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം ഇതിന്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. കുട്ടനാട് മൂലം വള്ളംകളി അന്ന് പ്രാദേശിക അവധി അനുവദിക്കണമെന്നാണ് കുട്ടനാട് MLA റെജി ചെറിയാൻ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. കുട്ടനാടിന്റെ അഭിമാനമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഈ വള്ളംകളി നടക്കുന്ന ദിവസം കുട്ടനാട് താലൂക്കിന്റെ പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രഖ്യാപനമെത്തി. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. പ്രാദേശിക അവധി ഏറെക്കുറെ ഉറപ്പെന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നൽകിയത്. എന്നാൽ തൊട്ടു പിന്നാലെ PD സതീശന്റെ ഉള്ളിലിരിപ്പ് പുറത്തായി. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ശ്രീ പാറക്കൽ